ഫോക്കസ് സ്റ്റഡി. നമ്മളിന്ന് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോണത്. പൊതുവേ ഈ ചാപ്റ്റർ ടഫാണ്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് നമ്മളിത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ലെഗസി ടെസ്റ്റ് ആണ്. ഈ ടോപ്പിക്കിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോഡൽ എക്സാമിന് 4 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാമിന് വന്നെന്ന് കരുതിയിട്ട് പബ്ലിക് എക്സാമിന് വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പല ഇയറിലും മോഡൽ എക്സാമിന് വന്നതും പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസും സെയിം തന്നെയാണ്. ഡിറ്റക്ഷൻസ് ഓഫ് എലമെന്റ്സ് ലൈക്ക് സൾഫർ, നൈട്രജൻ, ഹാലോജൻസ് ആർ ഡൺ ബൈ യൂസിങ് ലെഗസിൻ ടെസ്റ്റ്. ഈ സെന്റൻസിന്റെ മീനിങ് പറഞ്ഞാൽ സൾഫറും നൈട്രജനും ഹാലോജനും ഈ 3 ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് ലെഗസിൻ ടെസ്റ്റ്. ഇതിൽ 3 തരത്തിലുള്ള ടെസ്റ്റും 6 ഒബ്സർവേഷനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പ്രിപ്പറേഷൻ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. 3 എക്സ്പെരിമെൻ്റ് ആയാലും ഫസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കോമൺ സ്റ്റെപ്പാണിത്. ഓർഗാനിക് കോമ്പൗണ്ടിനെ എടുത്തിട്ടുള്ള മെറ്റാലിക് സോഡിയമായിട്ട് ഫ്യൂസ് ചെയ്യാം. അതായത് ഈ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നൈട്രജൻ ആവാം, സൾഫർ ആവാം, അത് ഏത് വേണമെങ്കിലും മിക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആവാം. സോഡിയമായിട്ട് ഫ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൽഡ് വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് പ്ലഗ്ഡ് ഇൻ ടു distilled water taken in china dish. The solution is boiled and filtered. The filtrate is known as sodium fusion extract. ഇതിൽ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന എക്സ്ട്രാക്റ്റിനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ചൈന ഡിഷിൽ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് സോഡിയം ഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത് 3 എക്സ്പെരിമെൻറ്റിലും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഡിറ്റക്ഷൻ ഓഫ് സൾഫർ എന്നതാണ്. ആ ഡിറ്റക്ഷന് വേണ്ടത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെയും സോഡിയം നൈട്രോഫർസൈഡിനെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സോഡിയം നൈട്രോഫർസൈഡിൻ്റെ കൂടെ നമ്മളുടെ അസറ്റിക് ആസിഡിനെയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ അകത്തേക്കാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിന് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൻ്റെ കൂടെ സോഡിയം നൈട്രോഫർസൈഡിൻ്റെ പകരമായിട്ട് ലെഡ് അസറ്റേറ്റിനെയും കൂടി യൂസ് ചെയ്യാം. ഇതേത് യൂസ് ചെയ്താലും ഇതിൻ്റെ കൂടെ അസറ്റിക് ആസിഡ് ആഡ് ചെയ്യണം. സോഡിയം നൈട്രോഫർസൈഡാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വയലറ്റ് കളറാണ് റിസൾട്ടിന് ഉണ്ടാവുക. അതേ സമയത്ത് ലെഡ് അസറ്റേറ്റ് ആണെങ്കിൽ ബ്ലാക്ക് കളേർഡ് പെർസ്പിറ്റേറ്റ് ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ലെഡ് സൾഫൈഡാണ് അവിടെ ഉണ്ടാവുന്നത്. ലെഡ് അസറ്റേറ്റ് മുഴുവൻ ലെഡ് സൾഫേറ്റ് ബ്ലാക്ക് കളറിലാവും. അതേസമയം സോഡിയം നൈട്രോഫർസൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വയലറ്റ് കളർ ഉണ്ടാവണം. അതിനർത്ഥം സൾഫർ പ്രസൻ്റ് ആണ് എന്നാണ്. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ H2SO4 ഉള്ള മിക്സറിലേക്ക് ആഡ് ആക്കുക. അപ്പോൾ അവിടെ കിട്ടുന്ന റിസൾട്ട് ഇതൊരു ബ്ലൂ ഗ്രീൻ കളറിലായിട്ടാണ് കാണുക. മീൻസ് ഒരു പേർഷ്യൻ ബ്ലൂ ആയിട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് നൈട്രജൻ പ്രസൻ്റ് ആണെന്നാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൈട്രജൻ പ്രസൻ്റ് എന്നാണ്. നെക്സ്റ്റ് ടെസ്റ്റ് ഹാലോജൻസ് ആണ്. ഹാലോജൻസിൽ നമ്മൾ 3 ഒബ്സർവേഷനാണ് പഠിക്കാനുള്ളത്. നൈട്രിക് ആസിഡിനെയും സിൽവർ നൈട്രേറ്റിനെയും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടാവുന്ന ഔട്ട്പുട്ടിൽ 3 എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്തിട്ടാണ്. 3 എക്സ്പെരിമെൻറ്റ്സിലും ഔട്ട്പുട്ട് വേറെ വേറെ ആയിരിക്കും. ക്ലോറിനിൽ വേറെ, ബ്രോമിനിൽ വേറെ, അയഡിനിൽ വേറെ. ഓരോന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളേർഡ് പെർസ്പിറ്റേറ്റ് ആണ്. ഇറ്റ് മീൻസ് അതിൽ ക്ലോറിൻ പ്രസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതേപോലെ പെയിൽ യെല്ലോയിഷ് പെർസ്പിറ്റേറ്റ് ആണെങ്കിൽ അത് ബ്രോമിൻ പ്രസൻ്റ് ആണെന്ന് പറയാം. വെറും യെല്ലോ ആണെന്നുണ്ടെങ്കിൽ, യെല്ലോ പെർസ്പിറ്റേറ്റ് ആണെങ്കിൽ അതിൽ അയഡിൻ പ്രസൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ടേബിളായിട്ട് പറയുകയാണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ അകത്ത് സോല്യൂബിൾ ആണ്. ക്ലോറിൻ്റെ പ്രസൻറ്റ് ആയ സമയത്ത് സോല്യൂബിൾ ആണ്. എന്നാൽ ബ്രോമിൻ്റെ കേസിൽ അത് യെല്ലോ പെർസ്പിറ്റേറ്റീവ് സ്ലൈറ്റ്ലി സോല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4 എന്നതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അത് ബ്രോമിൻ്റെ പ്രസൻസിൽ ആണ് കാണിക്കുന്നത്. അതായത് പെയിൽ യെല്ലോ പെർസ്പിറ്റേറ്റീവിൽ സ്ലൈറ്റ്ലി സോളിബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് പറയുക. അവിടെ ഉണ്ടായിരിക്കുന്ന ബ്രോമിൻ ആണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേ സമയത്ത് യെല്ലോ പെർസ്പിറ്റേറ്റീവ് ഇൻസോളിബിൾ ആണ് NH4ൻ്റെ അകത്ത്, എന്ന് വെച്ചാൽ അത് അയഡിൻ്റെ പ്രസൻസിലാണ് കാണിക്കുന്നത്. അയഡിൻ്റെ പ്രസൻസിൽ ആണ് ഇൻസോളിബിളായി കാണിക്കുന്നത്. അയഡിനും ബ്രോമിനും ക്ലോറിനും എന്ന 3 ആണ് ഇവിടെ പഠിക്കാനുള്ളത്. 3 കറക്റ്റായി പഠിക്കണം, മാറിപ്പോവാതെ നോക്കണം കേട്ടോ.
ഒന്ന് ഹാഫ്ലി സോലുബിൾ ആണ്, ഒന്ന് സോലുബിൾ അല്ല. എക്സാമിന് ടേബിളായിട്ട് എഴുതുന്നതാവും കുറച്ചും കൂടി എളുപ്പമാവുക. ഈ 2 സ്ലൈഡും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. അസറ്റിക് ആസിഡിനെയും സോഡിയം നൈട്രോഫെർസേറ്റിന് അല്ലെങ്കിൽ ലെഡ് അസറ്റേറ്റ് ഏതായാലും കുഴപ്പമില്ല, അതിൽ ഒന്ന് എഴുതണം. ലെഡ് സൾഫേറ്റ് ബ്ലാക്ക് അതേ എഴുതാവൂ, കാരണം വയലറ്റ് ആണ് എഴുതുന്നതെന്ന് വെച്ചാൽ അമോണിയം ഉണ്ടായി കാണുന്നത്. താങ്ക് യു.